നിങ്ങൾ വല്ലാണ്ട് കളിക്കണ്ട കേട്ടോ. ചോക്കി കണ്ടോ, നോക്കണുണ്ടോ, കണ്ണൂറ്റി പേടിപ്പിക്കണോ. ഞാൻ അങ്ങനെ അന്ത് വിട്ട് എന്തിപ്പോ ഇവര്. ഹലോ, എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ മിക്കതും എൻ്റെ ഫാമിലി വിശേഷങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറയാറുള്ളത്. അപ്പോൾ ഇന്ന് എൻ്റെ കോളേജിലുള്ള വിശേഷങ്ങൾ അറിയാം കേട്ടോ. അപ്പോൾ ഞാൻ കോളേജിലെത്തി കേട്ടോ. പിന്നെ കോളേജിലത്തെ കുറേ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുക. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെയും അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റുഡൻസിനെ എല്ലാവരും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണേ. അപ്പോൾ ഗെയ്സ്, ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവരെനിക്ക് ഗിഫ്റ്റ് തന്നു കേട്ടോ. അതെൻ്റെ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അവർ കോഴ്സ് കഴിഞ്ഞ് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. കാരണം എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ അന്ത് വിട്ട് എന്തിപ്പോ ഇവര് ഗിഫ്റ്റൊക്കെ ആയിട്ട്. ഞാൻ പറഞ്ഞു എൻ്റെ ബർത്ത്ഡേ ഒന്നല്ല ഇന്ന്. അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ കോഴ്സ് കഴിയല്ലേ, എന്തേലൊക്കെ പറ എന്താണ്. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നിങ്ങക്ക് എന്താ പറയാനുള്ളത്? നിങ്ങളപ്പോ എത്ര ദിവസമായി ഇപ്പൊ ഇതൊക്കെ സെറ്റ് ചെയ്യൽ കൊടുത്തിട്ട്? ഒരാഴ്ച. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് അവർ തന്ന ഗിഫ്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. ഒരുപാട് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. എനിക്ക് സ്റ്റുഡൻസ് കോഴ്സ് കഴിഞ്ഞ് പോകുമ്പോൾ എനിക്കിങ്ങനെ ഗിഫ്റ്റൊക്കെ എനിക്കെന്നല്ല, ഇവിടുത്തെ സ്റ്റാഫുകൾക്കൊക്കെ ഗിഫ്റ്റ് തരാറുണ്ട്. പക്ഷേ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഒരു ഗിഫ്റ്റ് എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ അവർ സർപ്രൈസ് ആയിട്ട് തരും. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അവർ തന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയി. അപ്പോൾ ഇതിൽ ടീഷർട്ട് അതുപോലെ ഒരുപാട് ചോക്ലേറ്റ്സൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിത് എന്താണെന്ന് നോക്കാം. അത്യാവശ്യം അവർ എഫേർട്ട് എടുത്തിട്ടുണ്ടാവും. ബൊക്കെയൊക്കെ അതിലൊക്കെ എൻ്റെ ഓരോ ഫോട്ടോസും അവർ സെപ്പറേറ്റ് പ്രിൻ്റ് എടുത്തിട്ട് അതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റയിൽ പോയിട്ട് ഞാനെടുത്ത് ഓരോ പോസ്റ്റ് നോക്കിയിട്ട് അതിൽ നിന്ന് ഓരോ നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവർ പ്രിൻ്റ് ചെയ്തിട്ട് അവർ തന്നെ സെറ്റ് ചെയ്തതാണ് കേട്ടോ. അവർ ഈ ഹാമ്പറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നവരാണ്. അപ്പോൾ അവർ തന്നെ ഫോട്ടോസും ഫ്രെയിമും കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് സെറ്റ് ചെയ്തത്. അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ടീഷർട്ട് ആണെങ്കിലും അവർ സെറ്റ് ചെയ്ത ബൊക്കെ ആണെങ്കിലും അതുപോലെ ആ ഫ്രെയിമൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഫോട്ടോസൊക്കെയാണ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലോണം ഇഷ്ടമായത്. പിന്നെ അവർ തന്നിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ, ഒരു പെർഫ്യൂമാണ്. അതും അത്യാവശ്യം നല്ല സ്മെല്ലൊക്കെ ഉള്ളതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗൈസ്, ഇതാണ് ഇവിടുത്തെ ടീച്ചേഴ്സ് കേട്ടോ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന. ഇത് നമ്മുടെ അഫ്സത്ത് മിസ്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? സുഖാണ്. ഇന്നിപ്പോ വാലന്റൈൻസ് ഡേന്റെ മുന്നേ ചോക്ലേറ്റ് ഡേ അല്ലേ? അതിനെ കുറിച്ച് എനിക്ക് അറിയാം. ചോക്ലേറ്റ് ഒക്കെ തന്നോ? തന്നു. ഇതിന്റെ കുറിച്ച് ഐതിഹ്യങ്ങളൊന്നും എനിക്ക് അറിയില്ല, പക്ഷെ ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, വലിയൊരു ചോക്ലേറ്റ്. എനിക്കൊരു പൊട്ട് തന്നോ? അത് ഞാൻ ആലോചിക്കട്ടെ. ഇത് പിന്നെ ഇവിടുത്തെ അക്കൗണ്ടന്റ് ആണ് കേട്ടോ, ദിവ്യ മിസ്. ഓക്കെ, എന്താ പറയാനുള്ളത്? ഞാൻ എന്താ പറയണ്ടത്? നിങ്ങൾക്ക് ചോക്ലേറ്റ് കിട്ടിയോ? രണ്ടുപേർക്ക് ചോക്ലേറ്റ് കിട്ടിയാണ് കേട്ടോ. എനിക്ക് കിട്ടിയില്ല. ഞാൻ പിന്നെ സിംഗിൾ ആയതുകൊണ്ട് എനിക്കാരും തരാറില്ല. കിട്ടണം. ഞാൻ വാലന്റൈൻസ് ഡേക്ക് ഒരു വലിയ സർപ്രൈസുകൾ പല ഭാഗത്തുനിന്ന് വരുന്ന പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതീക്ഷകളല്ലേ നമ്മള് മുന്നോട്ട് കൊണ്ടുപോകണേ. ആളെ നിർത്തി എന്റെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട്. അങ്ങനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെയും കോണ്ടാക്ട് ചെയ്യാം. ശരിക്കും പറഞ്ഞോളൂ, ഇത് എവിടുന്നാ കിട്ടിയത്? നിങ്ങൾക്ക് ആരാ തന്നത്? സ്റ്റുഡന്റ്. ഓക്കെ ഓക്കെ, വരി എടുത്തുകൊണ്ടുവരി. അല്ല, നിങ്ങൾ പോയിക്കോളി, ഞാൻ വരാം, ഒപ്പം വരാം. നിങ്ങൾ സത്യം പറയും, നിങ്ങൾക്ക് ആരാ തന്നത്? നിങ്ങൾക്ക് ഈ ചോക്ലേറ്റ് ആരാ തന്നത്? ആ കുട്ടി ഇവിടെ വന്ന സ്റ്റുഡന്റ് ആണോ? സ്റ്റുഡൻസുകളൊക്കെ ചോക്ലേറ്റ് എവിടെ ബാഗ്? വെച്ചത് എവിടെയാണെന്ന് നമുക്ക് പറയാം. കാണിക്കട്ടെ. വലുതാണല്ലോ. ആ, ഇവിടെ ഒരു മിസ് ഉണ്ട് കേട്ടോ. ഇതാണ് സൈറ മിസ്. സൈറ, എനിക്കിന്ന് ചോക്ലേറ്റ് കിട്ടിയോ? ഒരു സ്റ്റുഡന്റ്. അല്ലാതെ ചോക്ലേറ്റ് ഡേ ആയിട്ട് ആരും തന്നിട്ടില്ല. ചോക്ലേറ്റ് കിട്ടി. അപ്പൊ ഇതിനൊക്കെ ഒരു പൊട്ട് വേണം കേട്ടോ.
ഞാൻ ആലോചിക്കാൻ തരാം. ഞങ്ങൾക്കൊക്കെ ചെറിയ ചോക്ലേറ്റ് ആണ് കിട്ടി, നിങ്ങൾക്ക് ഇത് എവിടുന്ന? ഇത് വേറെയാണ്, സത്യം പറഞ്ഞോളേ. ചോക്ലേറ്റ് ഒക്കെ കുട്ടികൾക്ക് തരണം, എത്ര വലുത് തരണമെങ്കിലും ഉണ്ടല്ലോ ഒരു മനസ്സിലൊരു എന്ത് എനിക്ക് വേണം, എനിക്കൊരു പൊട്ട് വേണം എന്തായാലും, കാരണം വലിയ മുട്ടായിയാണ്. ഇത്ര പോന്ന മിഠായി ആണെങ്കിലേ അതിൽ ഇത്ര ഞാൻ എടുക്കും, ഇത്ര പോന്ന പൊട്ടി. നിങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങുമോ എനിക്ക് തരാതെ? തന്നാലാണ് ഇറങ്ങാണ്ടിരിക്കല്. സത്യം പറ, ഈ വലിയ ചോക്ലേറ്റ് ഞങ്ങൾക്കൊക്കെ ചെറിയ മിഠായി ആ കുട്ടിയുടെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നോണ്ടാ കിട്ടിയത്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഇത്രയും വലുത് കിട്ടി? പറയണത് പലരും ഇവിടെ ചോക്ലേറ്റ് തരാണ്ട്, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം എന്നോട് പെരുമാറാൻ. കാണിച്ചു തരാം. ഏതായാലും വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞു നിർത്തുകയാണ്. ഇത് കഴിഞ്ഞിട്ട് കുറെ പറയാണ്ട് നിങ്ങളോട്. അല്ല, ഇതിലായോണ്ടാണ് ഞാൻ ഒരു പൊട്ട് തരാന്ന് പറഞ്ഞത്. വീഡിയോ കട്ടാക്കി ഒന്നും തരില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ കേട്ടോ. ചന്ദനം ചാരിയ ചന്ദനം മണക്കുന്നല്ലേ, അതുകൊണ്ട് ഇവരെ കൂടെ കൂടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഗതി കേട്ട് അതുപോലെ പറഞ്ഞാളി ഒരു മിഠായി എന്ന് പറയണം. മിഠായി കിട്ടിയിട്ട് വായന കിട്ടേണ്ട ഞങ്ങളോടൊന്ന് പറയാം, അയ്യോ ഞാൻ മറന്നു തരാമെന്ന് അങ്ങനെ പറയും. നിങ്ങളോട് ഞാൻ ഇന്നെ പൊക്കി പറയാനല്ലേ പറഞ്ഞത്. നല്ല പൊക്കും കേറിന്നാ പൊങ്ങട്ടെ. കണ്ടോ, ഇങ്ങനൊക്കെ ഓരോ സ്വഭാവത്തിന്റെ ഇടയിലെ നിക്കണേ. ഇന്റെ ഒക്കെ ഒരു അവസ്ഥകൾ ആലോചിച്ച് നോക്കി. കണ്ടോ, നോക്കണുണ്ടോ, കണ്ണൂറ്റി പേടിപ്പിക്കണുണ്ടോ? ഇത് ആലോചിച്ച് നോക്കി എന്റെ ഒരു അവസ്ഥ. ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ല ഞാൻ എത്ര ത്യാഗം സഹിക്കുന്ന ഒരാളാണെന്നുള്ളത്. കണ്ടോ, ഇങ്ങനെയുള്ള ഓരോരുത്തരെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്യണത്. പഠിച്ചോന്നെ കാക്കുണ്ട്, എന്തോ ഒരവസ്ഥ. തനി സ്വഭാവം പുറത്തിരട്ടെ. ഞാൻ 9:30 എത്തിയാണ്. 9:30 നിങ്ങളെപ്പോഴെത്തി? 32. അപ്പൊ ഞാൻ 35-നെത്തി. നിങ്ങൾ തുറന്ന് നിങ്ങളെപ്പോഴെത്തിയെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്നോട് ചോദിക്ക്. ഇങ്ങനെ ഡയലോഗില്ലേ, താൻ ആരാന്ന് അറിയില്ലെങ്കിൽ എന്നോട് ചോദിക്ക്. ഞാൻ തുറക്കൂല. ഷട്ടർ പൊങ്ങുമ്പോ ആ ഷട്ടർ കണ്ടെന്ന് വരികയാണ്. ഞാൻ അങ്ങോട്ട് നോക്കും, ഷട്ടറും കണ്ടെന്ന് വരും. എന്നിട്ട് ഒരു കുട്ടീനോട് ചോദിക്കണം, നിങ്ങളിത് പൊളിച്ചിടുകയാണ്. ഈ ഡെയിലി ഈ ഓരോ ചോക്ലേറ്റ് ഇങ്ങനെ തിന്നുണ്ടല്ലോ, അപ്പൊ കുറച്ച് ആരോഗ്യമൊക്കെ വേണം. ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ഷട്ടർ വെക്കാനാ ആരോഗ്യം വേണമെന്നാ പറഞ്ഞേ അല്ലേ ചേച്ചി? ഞമ്മക്ക് തരാതെ ഞമ്മക്ക് ചെറിയ പൊട്ട്, ബാക്കി ഫുള്ള് അതാ തിന്നണേ. എന്നിട്ട് ഷട്ടർ വെക്കാൻ വയ്യ. ഈ കുറച്ച് തിന്ന നമ്മള് വെക്കണം, തോനെ തിന്ന നിങ്ങൾ അവിടെ ഇരിക്കണം. ചോക്ലേറ്റ് ആണ് നിങ്ങൾ കുറച്ച് തിന്ന. ഉച്ചക്കത്തെ ചോറിന്റെ ചെമ്പട്ടി ഒന്നാക്കാണ് കൊണ്ടല്ലേ. അപ്പൊ ഇങ്ങക്ക് ഇവിടെ ഈ കോളേജിൽ നിങ്ങൾ ഒരു ദിവസം വന്ന് നോക്കി, അപ്പൊ ഇവിടെ ഉള്ളവർ ആരാണ് കൂടുതൽ ഫുഡീന്നും ആരാണ് ഇവിടുത്തെ ഓരോരുത്തരുടെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാവും. എസ്പെഷ്യലി അഫ്സത്തി മിസ്സിന്റെ. ചേച്ചി ഇങ്ങോട്ട് നോക്കി. അതല്ല, രാവിലെ എന്താ കഴിച്ച്? രാവിലെ പറഞ്ഞില്ല, എന്താ പുട്ടായിരുന്നു. കണ്ടോ, ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് അവസ്ഥ ദിവസം ഇങ്ങനെ പറയുന്നത്? വിചാരിച്ചിട്ട് ഒരു കഷ്ണം പുട്ടാ കഴിച്ചിട്ടുള്ളത്, അപ്പൊ തള്ളൊന്നുമില്ല. നീ എന്താ കഴിച്ചു രാവിലെ? ഞാനൊരു കാലിച്ചായ. ഇവിടെ വന്നിട്ട് ഒരു ചായ ഞാന് നെയ്യപ്പം. അത്ര നിങ്ങള് പുട്ടിന്റെ അത്ര തള്ളൊന്നും നെയ്യപ്പത്തിന് ഇല്ല. നെയ്യപ്പത്തിന് നെയ്യപ്പം അമ്മാതിരി ബലാണ്. ഞമ്മക്ക് കിട്ടിയ ഫലം ഉണ്ടായിട്ടില്ലല്ലോ. അങ്ങനെ രണ്ടാളും നല്ല സോഫ്റ്റ്, നല്ല ടേസ്റ്റ് ചെയ്യുന്നു. നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഡയറി മിൽക്ക്, ഒരു ഡയറി മിൽക്ക് ചേച്ചി ബാഗിൽ വേറെ ആരോ കൊടുത്ത ഡയറി മിൽക്ക് ഉണ്ട്. ഇന്ന് ചോക്ലേറ്റ് ഡേ ആയിട്ട് നമ്മളറിയാത്ത ആരോ കൊടുത്തേക്കണേ. അതിനുണ്ടോക്കി എന്നിട്ട് നമുക്ക് ഇത്ര പൊട്ടോ ബാക്കിയൊക്കെ തിന്നു. ഒരു കാര്യം ചെയ്യണം, ആ ഡയറി മിൽക്ക് കൊണ്ടുവരാ 3 ആക്കി 4 ആക്കി വാങ്ങിക്കാം. നേരത്തെ പോണം. പറ്റൂല ആ പൈക്കോളി ഡയറി മിൽക്കോട് വെച്ചിട്ട് പൈക്കോളി. ഞങ്ങൾക്ക് ഇവിടുത്തെ ഒരു കുട്ടി, ആ കുട്ടിയുടെ ഹസ്ബൻഡ് വന്നപ്പോ കൊടുക്കുന്നതാണ്. അത് ഞങ്ങൾക്ക് അതൊക്കെ കിട്ടിയിട്ടുള്ളൂ. ചോക്ലേറ്റ് ആയിട്ട് അതാ കിട്ടിയത്. അതെ, ആ ദയനീയാവസ്ഥ കൊണ്ട് ഞാൻ തരാം. എത്ര തരും? അത് ഞാൻ അറിയിക്കാം. മക്കളെ ഇതാണ് അവസ്ഥ. ദ്രോഹിക്കുന്നുണ്ട് ഇവരല്ല, ഈ കുട്ടി ഈ ഇരിക്കണേ. ഇവർക്ക് ഓഡിയൻസിന് മനസ്സിലായിട്ടുണ്ടാവാൻ മനസ്സിലായിട്ടുണ്ടാവും. പാവങ്ങളെ മിണ്ടാന്ന് ചോദിച്ചാ കലം ഉടക്കും.
ഇവിടെ കാലം എടുക്കണത് ഇയ്യ്. എന്തർത്ഥത്തില്? മിണ്ടാതെ നിന്നിട്ട് കാലം എടുക്കുക. ഞാൻ അങ്ങനെയാണ് ഇങ്ങനെ പറയും. അതെ പറയും. അതെ ആ. എന്റെ ഗതികേട് ഗതികേടൊന്നല്ല ചേച്ചിയാ എന്നാ വൈൻഡപ്പ് ചെയ്യല്ലേ നമുക്ക് വീഡിയോ. അപ്പൊ ഇതാണ് ഞങ്ങള് കോളേജിലത്തെ അവസ്ഥകൾ കേട്ടോ. അപ്പൊ കണ്ടില്ലേ രണ്ടെണ്ണത്തിനെ, ഒന്നിനെ അവിടെയും കണ്ടില്ലേ, ഒന്ന് വേറെ രാവിലെ ഒരാൾ വരാണ്ട് ആള് നേരത്തെ പോകട്ടോ, അതാണ് ഇൻക്ലൂഡ് ചെയ്യാത്തത്. പിന്നെ പ്രിൻസിപ്പൽ ഉണ്ട്, പ്രിൻസിപ്പൽ ഒരു മീറ്റിംഗിലാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ വീഡിയോയില് ഉൾപ്പെടുത്താത്തത്. അപ്പൊ ശരി, അപ്പൊ ടാറ്റ അടി കൊടുത്താണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ചേച്ചി ടാറ്റ, ബൈ ബൈ, ശരി. അപ്പൊ എന്നാ ശരി കേട്ടോ. ഇനി ബാക്കി തല്ല് ഞങ്ങള് വീഡിയോ കട്ടാക്കിയിട്ട് ഞങ്ങക്ക് ബാക്കി തല്ലോടാണ്ട്. എന്നാ ശരി. ആ, നിങ്ങൾ വല്ലാണ്ട് കളിക്കണ്ട കേട്ടോ.